ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് നവംബർ 18. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോട്ടയത്തും ഇടുക്കിയിലും ജാഗ്രത തുടരും. ഇന്ന് സംസ്ഥാനത്തെ 6 ജില്ലകളിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇന്ന് ജാഗ്രതാ നിർദ്ദേശം. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് തുടരും. ഈ ജില്ലകളിൽ ശക്തമായ മഴ, ഇടിമിന്നൽ, മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും തീരമേഖലകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണം. IUML സുപ്രീം കോടതിയിൽ. നടപടിക്രമങ്ങളിൽ ദുരൂഹതയെന്ന് ആരോപണം. കേരളത്തിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിശോധന നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചു. പരിശോധനയിൽ ഗുരുതരമായ നടപടിക്രമ ലംഘനങ്ങൾ ഉണ്ടെന്നും ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് മേൽ അമിതമായ സമ്മർദ്ദമുണ്ടെന്നും ലീഗ് ഹർജിയിൽ ആരോപിക്കുന്നു. NRI വോട്ടർമാരുടെ പരിശോധനയിലെ സുതാര്യതയില്ലായ്മയും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടുത്തിടെ കണ്ണൂരിൽ ഒരു BLO മരണപ്പെട്ട സാഹചര്യത്തിൽ പരിശോധന എത്രത്തോളം ദുഷ്കരമാണ് എന്നതിലേക്ക് ഇത് വെളിച്ചം വീശുന്നു എന്നും ഹർജിയിൽ പറയുന്നു. പെരിയാർ ശുചീകരണം. കാലതാമസം ഗുരുതരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഹൈക്കോടതി. ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തും. പെരിയാർ നദിയുടെയും അതിന്റെ ഏലൂരിലെ കൈവഴിയുടെയും ശുചീകരണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കേരള ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ശുചീകരണത്തിനായി ഫണ്ടുകൾ അനുവദിച്ചിട്ടും ദൃശ്യമായ നടപടികൾ ഉണ്ടാകാത്തതിലാണ് കോടതി അതൃപ്തി രേഖപ്പെടുത്തിയത്. അടുത്ത ഹിയറിംഗിന് മുൻപ് പുരോഗതി ഉണ്ടായില്ലെങ്കിൽ വിഷയത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ നേരിട്ട് കോടതിയിൽ വിളിച്ചു വരുത്തേണ്ടി വരുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഹർജി പരിഗണിക്കണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം. വോട്ടർ പട്ടികയിൽ നിന്ന് തന്റെയും മാതാപിതാക്കളുടെയും പേരുകൾ നീക്കം ചെയ്തതിനെതിരെ കോൺഗ്രസിന്റെ യുവ സ്ഥാനാർത്ഥി SL വൈഷ്ണ നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ കേരള ഹൈക്കോടതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നവംബർ 19 ഹർജിയിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി തർക്കം. കോൺഗ്രസിൽ ഭിന്നത. DCC ആസ്ഥാനത്ത് പ്രതിഷേധം. സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം രൂക്ഷമാകുന്നു. കീഴമാട്, നെല്ലിക്കുഴി ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി എറണാകുളം DCC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സ്ഥാനാർത്ഥി പട്ടിക പുനഃപരിശോധിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായി. ശ്രീകോവിലിന്റെ ദ്വാരപാലക വിഗ്രഹങ്ങളിലും മറ്റു ഭാഗങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള സ്വർണ്ണപാളികളുടെ യഥാർത്ഥ തൂക്കം നിർണയിക്കുക. 2019 നടന്ന നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്ന സ്വർണത്തിന്റെ അളവ് ഏകദേശം 4.5 കിലോയോളം കൃത്യമായി കണ്ടെത്തുക. സ്വർണത്തിന്റെ ശുദ്ധിയും ഗുണനിലവാരവും അളക്കുന്നതിനായി പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഫോറൻസിക്, കെമിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുക എന്നീ നടപടികളാണ് പൂർത്തിയായത്. ഇന്ത്യ ഒരു വളരുന്ന വിപണി മാത്രമല്ല, വളരുന്ന മാതൃക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള അനിശ്ചിതത്വത്തിനിടയിലും ഇന്ത്യ ആത്മവിശ്വാസത്തോടെ വികസിതവും സ്വാശ്രയവുമായ ഭാവിയെ ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. 6ാമത് രാംനാഥ് ഗോയങ്ക എക്സലൻസ് ഇൻ ജേർണലിസം അവാർഡ് പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കേവലം ഒരു വളരുന്ന വിപണി മാത്രമല്ലെന്നും ലോകത്തിനു മുന്നിൽ പ്രതീക്ഷയുടെ മാതൃക അവതരിപ്പിക്കുന്ന വളരുന്ന മാതൃകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ ഭക്തജന തിരക്കേറി. എരുമേലിയിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടർ തുറന്നു. ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിച്ചതോടെ തീർത്ഥാടകരുടെ പ്രവാഹം ശക്തമായിരിക്കുകയാണ്. സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ബുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഭക്തർക്ക് ദർശന സൗകര്യം ഉറപ്പാക്കാനായി അധികൃതർ പുതിയ നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി എരുമേലിയിൽ പ്രത്യേക സ്പോട്ട് ബുക്കിംഗ് കൗണ്ടർ ആരംഭിച്ചു. ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങൾ മുടങ്ങാതെ തുടരുന്നുണ്ട്. പുലർച്ചെ 3 മണിയോടെ നട തുറക്കൽ.
തുടർന്ന് ഗണപതി ഹോമത്തോടെയാണ് പ്രധാന പൂജകൾ തുടങ്ങുക. രാവിലെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രധാന വഴിപാടായ നെയ്യഭിഷേകം നടക്കും. വൈകുന്നേരം നട വീണ്ടും തുറന്ന ശേഷം 6:30 ദീപാരാധന നടക്കും. തുടർന്ന് പുഷ്പാഭിഷേകം. തുടർന്ന് ചടങ്ങുകൾക്ക് ശേഷം ഹരിവരാസനം പാടി ക്ഷേത്രനട അടയ്ക്കും. നിലവിലെ വർദ്ധിച്ച തീർത്ഥാടന തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും വിപുലപ്പെടുത്തിയിട്ടുണ്ട്. വാർത്ത തുടരും. സൈനിങ് ഓഫ്. നിങ്ങളുടെ ലോകം ഒരൊറ്റ ആപ്പിൽ. എല്ലാ പ്രധാന വാർത്തകളും ഇനി വാർത്തയിൽ. All the news you need in one app. Download the Vartha application now.